ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം നമ്മൾ ഇന്ന് അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അവിലും കുറച്ച് ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ അവിൽ വിളയിച്ച് കുറച്ച് ദിവസം കേടുകൂടാതെ വെച്ചിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. പണ്ടൊക്കെയുള്ള കല്യാണ വീട്ടിലും എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുന്ന ഒരു മെയിൻ ഐറ്റം ആയിരുന്നു ഇത്. ഇപ്പോൾ ആരും അങ്ങനെ അധികം മെനക്കെടാറില്ലെന്ന് തോന്നുന്നു. കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടപ്പെട്ടു, സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാനും പറ്റിയൊരു ഐറ്റമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് ശർക്കര ഉരുക്കിയതാണ്. 400 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ആ ചൂടോടുകൂടി വേറൊരു പാനിലോട്ട് നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ അരിച്ചൊഴിക്കുമ്പോൾ ആ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടോ. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം, കാരണം ശർക്കര തിളച്ച് ആയിരുന്നല്ലോ. അപ്പോൾ അത്രയും ചൂട്, ചെറിയ ചൂട് മതി. ഇനി അതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങ ചിരകിയതാണ്. തേങ്ങയുടെ ഈ നാരും പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം നല്ലതുപോലെ തിരിങ്ങിയെടുത്തതാണ്. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ശർക്കര പാനി കിടന്ന് തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ശർക്കരയ്ക്ക് ഉപ്പുള്ളതാണ്, എന്നാലും ശകലം ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു കണക്ക്. 500 ഗ്രാം ആണെങ്കിൽ 500 ഗ്രാം ശർക്കര. ഞാനിപ്പോൾ 400 ഗ്രാമാണ് എടുത്തേക്കുന്നത്. അപ്പം 400 ഗ്രാം ശർക്കരയുമാണ് എടുത്തത്. അതൊരു മീഡിയം മധുരമാണ്. അപ്പം ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അവിലിട്ട് കൊടുക്കാം. അവിൽ ഞാൻ മട്ട അവിലാണ് എടുത്തേക്കുന്നത്. 500 ഗ്രാമിൻ്റെ കവറിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് 400 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നല്ലത് മട്ടയവിലായിരിക്കും. ഇനി അഥവാ മട്ടയവിലില്ലെങ്കിൽ വെള്ളയവിൽ വെച്ചിട്ടായാലും ചെയ്യാം. അപ്പം നമ്മുടെ അവിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ കേട്ടോ. ഇത് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ എല്ലാം കൂടെ പതുക്കെ സാവധാനം ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ അവിലും ശർക്കരയും തേങ്ങ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടും. വെള്ളമൊന്നും അധികം ഇല്ല. ഈ ഒരു കണക്കാണ് വെള്ളത്തിൻ്റെ. അതായത് 1/4 കപ്പ് വെള്ളവും 400 ഗ്രാം ശർക്കരയും 400 ഗ്രാം അവിലും. അപ്പം നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് ചെറിയ തീയിൽ തന്നെ അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം ചൂടോട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ എടുക്കാം. ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച്, പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴായാലും അവർക്ക് ഒരു വെറൈറ്റി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊട്ടുകടല ഉണ്ടല്ലോ, ഇത് മേടിക്കാൻ കിട്ടും. നമ്മുടെ മിക്സറിലൊക്കെ ഇടുന്ന, അവിലൊക്കെ ഇടുന്ന പൊട്ടുകടല, കടലപ്പരിപ്പ്. കടലപ്പരിപ്പാണോ പൊട്ടുകടല എന്നാണ് പറയുന്നതിന്. അപ്പം അതൊന്ന് ഇട്ടൊന്ന് റോസ്റ്റാക്കി കൊടുക്കുക. ഈ കടല അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ്, അതൊരു 2 പിടിയോളം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കാഷ്യൂ നട്ട്സ് വേണമെന്ന് നിർബന്ധമില്ല, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി അതും ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പും നട്ട്സും എല്ലാം നമ്മുടെ നെയ്യിൽ കിടന്നൊന്ന് റോസ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ 2 സാധനങ്ങൾ ചേർക്കുന്നുണ്ട്, വെളുത്ത എള്ളും കറുത്ത എള്ളും. അപ്പം ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് എള്ള് ചേർക്കാൻ, അല്ലെങ്കിൽ എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോവും. 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. ഇനി വെളുത്ത എള്ളില്ലെങ്കിൽ കറുത്ത എള്ള് മാത്രമായാലും മതി. എള്ള് നമുക്ക് എപ്പോഴും ആരോഗ്യത്തിന് നല്ല കാര്യമാണ് എള്ള്.
കറുത്തുള്ളും 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ നെയ്യുടെ ചൂട് കിടന്ന് വേണം ഈ എള്ള് പെട്ടെന്ന് അങ്ങ് റോസ്റ്റ് ആവുമല്ലോ. ഒന്നുകൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവിലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. ഈ ഒരു പരുവത്തിന് നമുക്ക് അവിലിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ ആരും എപ്പോഴും ഉണ്ടാക്കാത്തൊരൈറ്റം ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ചില്ല് കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ കുറേശ്ശെ നമുക്ക് വൈകിട്ട് ചായ കുടിക്കുമ്പോഴോ കട്ടൻ ചായയുടെ കൂടോ അതല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ അവർക്ക് ചായയുടെ കൂടെ കൊടുക്കാനൊക്കെ പറ്റിയൊരു പഴയ കാലത്തൊരു പലഹാരമാണ്, ഒരു സ്നാക്സാണ്. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അങ്ങനെ അധികം അറിയത്തുമില്ല. പണ്ടുള്ള കല്യാണ വീട്ടിലായാലും എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടക്കുന്നിടത്ത് പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു ഇത്. ഇതിൻ്റെ കൂടെ ബിസ്ക്കറ്റ്, പഴം, അലുവ, ചിപ്സ്, മിച്ചറി വെച്ചിട്ടാണ് പണ്ടുള്ള കല്യാണമായാലും അല്ലെങ്കിൽ പാല് കാച്ചി വീട്ടിലൊക്കെ കൊടുത്തിരുന്ന ഒരു ഐറ്റം. പണ്ട് നമ്മുടെയൊക്കെ ചെറുതില്ലേൽ. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ളത് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ച് ഒരു 1/2 കിലോ അവിലും കുറച്ച് ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ എന്തെളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേ ദിവസം നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. വെറുതെ ഇരിക്കുമ്പോഴായാലും കുറച്ചിങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. തണുത്തതിന് ശേഷമേ കുപ്പിയിലൊക്കെ മാറ്റി വെക്കാവുള്ളൂ. ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഏഞ്ചലിന് വേണ്ടിയിട്ട് അവൾ കണ്ടിട്ടില്ല, പണ്ടത്തെ ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബിസ്ക്കറ്റ്, കേക്ക്, പഴം, ചിപ്സ്, അലുവ, മിക്സർ ഇതൊക്കെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് കുറച്ച് അവിൽ നനച്ചയും കൂടെ വെച്ച് കൊടുത്തു. വൈകിട്ട് ചായക്ക് കൊടുത്തപ്പം അത് അവർക്കൊരു സന്തോഷമായി. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പണ്ടുള്ള അമ്മയുടെയൊക്കെ ചെറുപ്പത്തിൽ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ എല്ലാ വീട്ടിലും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു പഴയ ഓർമ്മയിലേക്ക് പോവുകയും ചെയ്ത്. അപ്പോൾ നമുക്കൊരു ചായയുടെ കൂടെ ഇത് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതെല്ലാം കൂടെ എടുത്തു വെച്ചതാണ്. പണ്ട് അച്ചപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അച്ചപ്പമൊന്നുമില്ല. ചെറിയ കേക്കും ബിസ്ക്കറ്റ്, മിക്സർ, പഴം, അലുവ, ചിപ്സ്, അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ അവിൽ വിളയിച്ചതും വെച്ച്, പിന്നെ എൻ്റെ കൂടെ ചായയൊക്കെ വെച്ചിട്ടാണ് പണ്ട് തന്നിരുന്നതെന്ന് പറഞ്ഞു. കല്യാണ വീട്ടിലൊക്കെ തലേന്നൊക്കെയുള്ള മെയിൻ ഐറ്റമായിരുന്നു അവിൽ വിളയിച്ചത്. ഓക്കേ.